ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുലിഖിതം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം തിരുലിഖിതം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കും, എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൻ്റെ അനേക ഇടങ്ങളിൽ ഇതാ ആത്മാവിനാൽ നാം ഉണർത്തപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് വരപ്പെട്ടിരിക്കുകയാണ്. വചനം കേൾക്കാൻ പിതാവിൽ നിന്ന് വരം ലഭിച്ചവരാണ് ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്നത്. ഈ സമയം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സോളി ചെറിയാൻ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ എന്ന സ്ഥലത്തു നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. ഞങ്ങൾ സിഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകൾ TV-യിലൂടെയും വെബ്സൈറ്റിലൂടെ എല്ലാം കാണുന്ന ഒരു കുടുംബമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായ വണ്ടിൻ്റെ ശല്യം, ഒരു സൈസ് ചെറിയ കറുത്ത വണ്ട് കോട്ടരുമ വരുന്നുമായിരുന്നു. രാത്രി ആയി കഴിയുമ്പോൾ ലൈറ്റ് ഇടാൻ പറ്റാത്ത വിധം ഉള്ള അവസ്ഥയായിരുന്നു ഞങ്ങളുടേത്. വെട്ടം കാണുമ്പോൾ മഴ പെയ്യുന്നത് പോലെ എവിടെ നിന്നാണെന്ന് അറിയാൻ പാടില്ല, ഇവറ്റങ്ങളെല്ലാം പറന്ന് വന്ന് വീണ് കിടക്കുന്നൊരവസ്ഥയായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിനകത്ത് വന്ന് വീഴുമായിരുന്നു. 1 വർഷം മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ടെലിവിഷനിലൂടെ അഭിഷേകാഗ്നി വചനങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആ വചന പ്രഘോഷണ സമയത്ത് ടീമിനോട് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ തിന്മയെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. വണ്ടിൻ്റെ ശല്യം മാറിക്കിട്ടിയാൽ ടെലിവിഷനിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈ വണ്ടിൻ്റെ കോട്ടരുമയുടെ ശല്യം പരിപൂർണമായും വിട്ടുമാറിപ്പോയി. ഇത് 1 വർഷം വരെ ഞങ്ങൾ നോക്കി, പിന്നീട് അത് ഞങ്ങളെ ശല്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ഉന്നതമായൊരു ആത്മാവിൻ്റെ ശക്തി പ്രവഹിച്ചപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ അച്ചട്ടായി സംഭവിച്ച്. ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ്. ഒരു ആത്മാവിൻ്റെ അഭിഷേകം, പുതുജനനത്തിലേക്ക് നയിക്കുന്ന ആത്മാവ്, പുതിയ അനുഭവങ്ങളിലേക്ക് നയിക്കുന്ന ആത്മാവ്, പാപത്തിന്റെ കോട്ടകൾ തകർക്കുന്ന ആത്മാവ്, പാപത്തിന്റെ വേരുകൾ പറിക്കുന്ന ആത്മാവ്, ദുഃഖവും രോഗവും എടുത്തു മാറ്റുന്ന ആത്മാവ്, പല തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്ന ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. മകനെ, മകളെ, അനുഭവം ഉണ്ടെങ്കിലും അനുഭവം ഇല്ലെങ്കിലും ഇപ്പോൾ ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിനോട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയൊരു ചൊരിയണമേ, പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിൽ ഉണരാ കൃപ നീ ചൊരിയണമേ പരിശുദ്ധാത്മാവേ.
കവിയണമേ കവിഞ്ഞൊഴുകണമേ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകമേ ഇറങ്ങണമേ. കുടുംബങ്ങളെ നവീകരിക്കുന്ന ആത്മാവേ വ്യാപരിക്കണമേ. ഹൃദയങ്ങളുടെ വേദന അറിയുന്ന ആത്മാവേ സ്പർശിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ബാലികാബാലന്മാരെ അനുഗ്രഹിക്കണമേ. യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. ഓരോ തടസ്സങ്ങളിരിക്കുന്നവരെ തടസ്സങ്ങൾ അഴിച്ച് വിടുവിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം ആളുകൾ വചനം ശ്രവിക്കുന്നുണ്ടെങ്കിലും അവർ നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നില്ല. എസെക്കിയേൽ പ്രവചനത്തിൽ 33-ാമത്തെ അധ്യായത്തിൽ 30 മുതൽ 33 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മനുഷ്യപുത്ര, മതിലുകൾ കരികലും വീട്ടുവാതിൽക്കലും നിന്റെ ജനം നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ പരസ്പരം പറയുന്നു, വരൂ, കർത്താവിൽ നിന്ന് വരുന്ന വചനം എന്താണെന്ന് കേൾക്കാം. അവർ കൂട്ടമായി നിന്റെ അടുക്കൽ വരും. എൻ്റെ ജനമെന്ന പോലെ നിന്റെ മുമ്പിലിരിക്കും. നിന്റെ വാക്കുകൾ അവർ ശ്രവിക്കുകയും ചെയ്യും. പക്ഷേ അവർ അത് അനുസരിക്കുകയില്ല. കാരണം തങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു. അവരുടെ ഹൃദയം സ്വാർത്ഥ ലാഭത്തിൽ പൂണ്ട് കിടക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം വ്യക്തികൾ ദൈവവചനം കേട്ട് ധ്യാനം കൂടി പ്രാർത്ഥിച്ച് എല്ലാ ശുശ്രൂഷകളും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഹൃദയം കഠിനമാവുകയാണ്. അവർ പറയുകയാണ്, ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഇതെല്ലാം ആരെ കൊണ്ട് പറ്റും പാലിക്കാൻ, ഇതെല്ലാം നോക്കി ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് മൂടും തട്ടി തങ്ങളുടെ വഴികളിലൂടെ തന്നിഷ്ടപ്രകാരം മെരുങ്ങാത്ത കുതിരയെ പോലെ തന്നിഷ്ടപ്രകാരം പോകുന്ന ആളുകളെ ഇന്ന് ലോകത്തിൽ നാനാ ഭാഗങ്ങളിൽ നമ്മൾ കാണുകയാണ്. ദൈവവചനം കേൾക്കുന്നുണ്ട്, ഹൃദയം കൊണ്ട് അത് മനസ്സിലാക്കുന്നുണ്ട്, എല്ലാം ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ അനുസരിക്കാൻ കൂട്ടാക്കാത്തൊരു പ്രകൃതം, ഇതൊന്ന് നോക്കിയാൽ ജീവിക്കാൻ പറ്റില്ല എന്ന ഒരു അന്ധകാരത്തിന് ചിന്തയാൽ ഭരിക്കപ്പെടുന്ന ജനതതി. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. 32 മുതലുള്ള വാക്യങ്ങൾ. ഇമ്പമുള്ള സ്വരത്തിൽ പ്രേമഗാനം ആലപിക്കുകയും വിദഗ്ധമായി വീണ വായിക്കുകയും ചെയ്യുന്ന ഒരുവനെ പോലെയാണ് അവർക്ക് നീ. കാരണം നിന്റെ വാക്കുകൾ അവർ കേൾക്കുന്നു, എന്നാൽ അവർ അത് അനുവർത്തിക്കുകയില്ല. എന്നാൽ അത് സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. തങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയുക തന്നെ ചെയ്യും. എന്നാൽ അത് സംഭവിക്കുമ്പോൾ തങ്ങളുടെ മധ്യത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെന്ന് അവർ അറിയുക തന്നെ ചെയ്യും. ദൈവം തൻ്റെ എളിയ ദാസനിലൂടെ ആ കാലഘട്ടത്തിൽ ജനത്തിനൊരു താക്കീത് കൊടുക്കുകയാണ്. ഇന്നും അത് തന്നെയല്ലേ സ്ഥിതി? ജനം വചനം കേൾക്കുന്നുണ്ട്, ദേവാലയങ്ങളിലേക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ കേൾക്കുന്ന വചനത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നുണ്ടോ? റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 32-ാം തിരുലിഖിതം, ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിട്ടും അവർ അപ്രകാരം ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതല്ലേ സത്യം? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ബലിപീഠങ്ങളിൽ നിന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ അച്ഛന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സംഗതിയുണ്ട്. ഇന്ന് ലോകത്തിൽ അനേകം വ്യക്തികൾ വചനം കേട്ട് മാനസാന്തരത്തിന്റെ പാതയിൽ ജീവിക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഈ അടുത്ത കാലത്ത് 2011 ജനുവരി മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ സ്റ്റേജിൽ കാസർഗോഡ് നിന്ന് ഒരു കുടുംബം ഭാര്യയും ഭർത്താവും അവരുടെ കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്ന് സാക്ഷ്യം നൽകുകയാണ്. അവർ പറഞ്ഞത് എങ്ങനെയാണ്? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവർ വചനം കേട്ട്
ധ്യാനം കൂടി. അന്ന് മനസ്സിലായി പുകവലിക്കുന്നത് പാപമാണ്, മദ്യപിക്കുന്നത് പാപമാണ്, പുകവലി വസ്തുക്കൾ മറ്റുള്ളവർക്ക് വിൽക്കുന്നതും പാപമാണ്, ദശാംശം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. ഇതെല്ലാം ഒരു ക്രിസ്തീയ പൈതലിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് അവര് ധ്യാനം കൂടി ഭാര്യയും ഭർത്താവും അന്ന് തീരുമാനിച്ചു, നമ്മുടെ ഷോപ്പിൽ നിന്ന് പുകവലി വസ്തുക്കളെല്ലാം എടുത്ത് കത്തിച്ച് കളയാം. നമ്മുടെ ഷോപ്പിൽ നിന്ന് ഹാൻസും പാൻപരാഗും പാക്കറ്റ് പാവങ്ങളെല്ലാം കൂടെ കൂടി എടുത്ത് കത്തിച്ച് കളയാം. അവർ തീരുമാനം എടുത്ത് അതുപോലെ കത്തിച്ച് കളഞ്ഞു. അവർ പാപവസ്തുക്കളുടെ വിൽപ്പന നിർത്തി അത് പരിപൂർണമായി നശിപ്പിച്ച്. മാത്രമല്ല, അവരന്ന് തൊട്ട് അവരുടെ വരുമാനത്തിൻ്റെ 10-1 ഭാഗം ദശാംശമായി ദേവാലയത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദശാംശം കൊടുക്കാനും തുടങ്ങി. ഇവർ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? കല്യാണം കഴിച്ചിട്ട് 10 വർഷമായി മക്കളില്ലാതിരുന്ന ഈ കുടുംബത്തിൽ ദൈവം തുടർന്നുള്ള മാസത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയാണ്. അവർ ഗർഭിണിയായി. പിന്നെ ആ കുഞ്ഞിനെ പ്രസവിച്ച് ആ കുട്ടിയുമായിട്ട് 2011 ജനുവരി മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടി സ്റ്റേജിൽ വന്ന് ആ കുടുംബം നിറകണ്ണുകളോടെ കർത്താവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നത് ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ആ കുടുംബം സാക്ഷ്യം പറഞ്ഞപ്പോൾ അതിനുശേഷം രാത്രിയിലും പിറ്റേ ദിവസം എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ കണ്ണുനീരും ആ പ്രാർത്ഥനയും സന്തോഷം എല്ലാം ഓർമ്മ വരികയാണ്. ദൈവസന്നിധി ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യാക്കോബ് ശ്രീകളുടെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 22 മുതൽ 25 വരെ വാക്യങ്ങൾ എന്നെ ശ്രദ്ധയപ്പെട്ടു. യാക്കോബ് ശ്രീകളുടെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം പറഞ്ഞെങ്ങനെയാണ്? വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അവ അനുവർത്തിക്കുന്നവർ കൂടെ ആകുവീൻ. അങ്ങനെ ഞാനും നിങ്ങളും വചനം കേട്ട് ആ വചനത്തെ സ്നേഹിച്ച് അത് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് സ്വീകരിച്ച് അതുപോലെ ജീവിക്കാൻ ഞാനും നിങ്ങളൊരു തീരുമാനമെടുത്താൽ, യാക്കോബ് ശ്രീകളുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, അപ്പോൾ തൻ്റെ സകല പ്രവൃത്തികളിലും അവൻ അനുഗ്രഹീതനായിരിക്കും. അവൻ്റെ കുടുംബജീവിതത്തിൽ അവൻ അനുഗ്രഹീതനായിരിക്കും, അവൻ്റെ ഓഫീസിൽ അവൻ അനുഗ്രഹീതനായിരിക്കും, യാത്രയിൽ അവൻ അനുഗ്രഹീതനായിരിക്കും, മാതാപിതാക്കളുടെ കൂടെ അവൻ അനുഗ്രഹീതനായിരിക്കും, മക്കളുടെ കൂടെ അവൻ അനുഗ്രഹീതനായിരിക്കും, കൃഷിയിടങ്ങളിലും യാത്രകളിലും വാഹനത്തിലും റോട്ടിലും നാട്ടിലും വീട്ടിലും അവൻ അനുഗ്രഹീതനാണ്. തൻ്റെ സകല പ്രവൃത്തികളിലും തൻ്റെ സകല മിനിറ്റുകളിലും തൻ്റെ സകല സെക്കൻഡുകളിലും തൻ്റെ മരണനേരത്തും അവൻ അനുഗ്രഹീതനായിരിക്കും എന്ന് യാക്കോബ് ശ്രീകളുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. ആ കാസർഗോഡുള്ള മനുഷ്യൻ വചനം കേട്ട് അതിനെ സ്നേഹിച്ച് അത് സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതത്തിലെ പാപത്തെ ഉപേക്ഷിച്ച് എന്താ വ്യത്യാസം വന്നത്? അവരുടെ കുടുംബത്തിൽ വർഷങ്ങളായിട്ട് തടസ്സം പിറ്റേ മാസം തന്നെ മാറി ആ കുടുംബത്തെ അനുഗ്രഹിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് നിസ്സാര സംഗതിയല്ല, ഇതൊരു നിസ്സാര സംഗതിയല്ല. ഞാനും നിങ്ങളും വചനം കേൾക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കണം. നമ്മൾ വചനം കേട്ട് ചുമ്മാ അങ്ങോട്ട് പോയാൽ പോരാ. ആ വചനം കേട്ട് കൊള്ളാം, നല്ലതാണ്, ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു, കൊള്ളാം, നല്ലതാണ്, ഇങ്ങനെ അങ്ങോട്ട് മൂടും തട്ടി പോയാൽ പോരാ. ഒരു തീരുമാനം എടുക്കണം. ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുക്കണം. തീരുമാനം എടുത്ത് അതിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഈ ദൂത് 2011 ജനുവരി മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച സെഹിയോന്റെ സ്റ്റേജിൽ ഞാൻ പ്രഖ്യാപിച്ച് അന്ന് 10,000-കണക്കിന് ആളുകൾ ഈ ദൂത് കേട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇതാ ഒരു വലിയ ധനാഢ്യനായ മനുഷ്യൻ ഫോൺ ചെയ്യുകയാണ്. ആ മനുഷ്യൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അച്ഛാ, ജനുവരി മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ ഞാൻ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വചനം കേട്ടപ്പോൾ ഹൃദയം നുറുങ്ങി. ഞാൻ അവിടെ വെച്ചൊരു തീരുമാനം എടുത്തു. അദ്ദേഹം വലിയൊരു ജ്വല്ലറി ഉടമയാണ്. ആ ജ്വല്ലറി ഉടമ ഒരു തീരുമാനം എടുക്കുകയാണ്. ഞാൻ മനുഷ്യരെ ഭയപ്പെടാത്തവനാണ്, എനിക്ക് മേലും കീഴും നോട്ടമില്ല. കുടിക്കാൻ തോന്നിയാൽ കുടിക്കും, ആർഭാടം ചെയ്യാൻ തോന്നി ആർഭാടം ചെയ്യും, വില കൂടിയ വണ്ടി വാങ്ങാൻ തോന്നി വില കൂടിയ വണ്ടി വാങ്ങും, ആർഭാടത്തോടെ വീട് വെക്കാൻ തോന്നി വീട് വെക്കും. അങ്ങനെ മനസ്സിൽ തോന്നുന്നു, പിറ്റേ ദിവസം നടപ്പാക്കുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പറയാണ്, അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ദൈവഭയത്തോടെ ജീവിക്കണം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ജീവിക്കണം. അദ്ദേഹത്തിന് ഏറ്റവും ബുദ്ധിമുട്ട് മദ്യപാനമായിരുന്നു. ആ മദ്യപാനത്തെ പാപമായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവവചനം അദ്ദേഹം കേട്ടു, മദ്യപാനത്തെ പാപമായി അംഗീകരിച്ചു. അന്ന് അവിടെ വെച്ചൊരു തീരുമാനം എടുത്തു, ഇനി ഞാൻ മദ്യപിക്കില്ല. ആ മനുഷ്യൻ പറയാണ്, ആ തീരുമാനം എടുത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആ തീരുമാനത്തിന് ശേഷം മദ്യപിക്കാൻ തോന്നുമ്പോൾ
പറയുമ്പോഴും ഞാൻ തീരുമാനം എടുത്തതാണ്, എൻ്റെ കർത്താവിന് ഞാൻ വാക്ക് കൊടുത്തതാണ്, ഞാൻ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ആളാണ്, ഞാൻ മദ്യപിക്കാൻ പാടില്ല എന്ന് ഉള്ളിൽ നിന്നൊരു സ്വരം കേൾക്കുകയാണ്. ആ തീരുമാനം എടുത്തതുകൊണ്ട് അന്ന് തൊട്ട് ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും മദ്യപാനം ഒഴിവായി പോയി എന്ന് ആ മനുഷ്യൻ വലിയ ആഹ്ലാദത്തോടെ യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞത് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിലുണ്ട്. വചനം കേൾക്കുന്നു, അപ്പം തന്നെ തീരുമാനം എടുക്കുന്നു, അവിടെ വെച്ച് തന്നെ പാപം ഉപേക്ഷിക്കുന്നു. അന്ന് തൊട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി കുടുംബത്തിൽ പ്രകടമാകുന്നു. പിന്നെ നല്ല വഴികളോട് നടക്കുന്ന ആളുകൾ. അച്ഛൻ ഈ 2010 ഡിസംബർ മാസത്തിൽ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ ദേശത്ത് ഒരു കൺവെൻഷന് പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുടുംബം ഒരു അനുഭവം പറഞ്ഞു. 2009 ഡിസംബർ മാസത്തിലെ മാഞ്ചസ്റ്റർ കൺവെൻഷനിൽ വെച്ചിട്ട് ആ കുടുംബത്തിൻ്റെ അപ്പനും അമ്മയും കൂടെ കൂടി നാട്ടിൽ നിന്ന് മാഞ്ചസ്റ്ററിൽ വന്ന് സഹീവന്റെ ധ്യാനത്തിൽ കൂടി. അങ്ങനെ ധ്യാനത്തിൽ കൂടിയപ്പോൾ പാപത്തെക്കുറിച്ചും കൈക്കൂലിയെക്കുറിച്ചും പലിശയെക്കുറിച്ചും എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അവരുടെ അപ്പൻ വളരെ കടുംപിടുത്തക്കാരനായ അപ്പൻ, ഒരു ആൾക്കും കീഴ്വഴങ്ങാത്ത അപ്പൻ്റെ വചനം കേട്ടപ്പോൾ ഹൃദയം കൊണ്ട് വചനത്തെ സ്വീകരിച്ച് സ്നേഹിച്ചു. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. അദ്ദേഹം ധ്യാനം കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും റിട്ടയർഡായ കുറച്ച് പേര് ചേർന്ന് ഒരു കമ്പനി ഉണ്ടാക്കി പണം അമിതമായ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം വചനം കേട്ട് ഹൃദയത്തിൽ വചനം സ്വീകരിച്ച് തിരിച്ചു വന്നിട്ട് കമ്പനികൾ വിളിച്ചുകൂട്ടി ഒരു തീരുമാനം എടുത്തു. നമുക്ക് കഞ്ഞി കുടിക്കാൻ ഈ കമ്പനി നടത്തി വരുമാനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് ദൈവവചനപ്രകാരം തെറ്റാണ്, അതുകൊണ്ട് നമുക്കിത് നിർത്തണം. ബാക്കി സഹപ്രവർത്തകർ അപ്സെറ്റായി, അവർ ഷോക്ക് അടിച്ച്. കാരണം ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയോ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അവർക്ക് നേരത്തെ അറിയാവുന്നതാണ്. എന്നാൽ അവർ തീരുമാനം എടുത്ത്, ആ ചേട്ടനൊരു തീരുമാനം എടുത്ത് മറ്റുള്ളവരുടെ മേൽ പരിശുദ്ധാത്മ പ്രവർത്തിച്ചു. പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടും ആ കമ്പനി അടച്ചുപൂട്ടി. അവരെല്ലാവരും ആ പൈസ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, സ്നേഹപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളായി രൂപാന്തരപ്പെട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ തീരുമാനം എടുക്കണം. പലിശയ്ക്ക് കൊടുക്കുന്നവർ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ അവിടെ വെച്ച് തീരുമാനം എടുക്കുക, ഇനിമേൽ ഞാൻ പലിശയ്ക്ക് കൊടുക്കുകയില്ല. മദ്യപിക്കുന്നവർ ഇപ്പോൾ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കുക, ഇനിമേൽ ഞാൻ മദ്യപിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ നിത്യനാശത്തിന് വേണ്ടി സാത്താൻ നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന അന്ധകാരത്തിൽ തിന്മ എന്താണോ ആ തിന്മയെ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്താൽ നീ രക്ഷപ്പെടും. നാം ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ സമയത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 23-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ രണ്ടും തുറന്നു പിടിക്കാം. ദൈവമേ, തന്നിഷ്ടക്കാരനായുള്ള ഈ നടപ്പൊന്ന് അവസാനിപ്പിച്ച് കിട്ടണം. ആരെയും കൂസാത്ത പ്രകൃതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണം. ഞാനൊരു തോന്നിവാസിയായി ഒരുപാട് ജീവിച്ചു കർത്താവേ. അഹങ്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, തന്നിഷ്ടത്തിൻ്റെ ഒരുപാട് വഴികൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ച് അനുദപിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിവേറെയുണ്ടെന്ന അഹങ്കാരമോടെ അരുതായ്മയിൽ ഞാൻ അകപ്പെട്ടു പോയി. അറിവേറെയുണ്ടെന്ന അഹങ്കാരമോടെ അരുതായ്മയിൽ ഞാൻ അകപ്പെട്ടു പോയി. അപരന്റെ മുൻപിൽ മികവേറെ നാഥ, അവിടുത്തെ മുൻപിൽ കുറവേറെ നാഥ. ആരും കാണാ
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 24-ാം തിരുലിഖിതം. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നില്ല. സുഭാഷിതം 8-ാം അധ്യായം 13-ാം തിരുലിഖിതം. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. ഒരു തീരുമാനം ഇപ്പോൾ ആവശ്യമാണ്. Come, Lord Jesus. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 8-ാം തിരുലിഖിതം. രാജാവ് കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ താൻ മലിനനാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചുറപ്പിച്ചു. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 32-ാം തിരുലിഖിതം. തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. 2 കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തി ഈ നിമിഷം യേശുവിന്റെ ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു യേശുവേ യേശുവേ യേശുവേ. കഴുകണമേ തിരുരക്തത്താൽ കഴുകണമേ എൻ്റെ കുടുംബം. കരഞ്ഞ് നിലവിളിച്ച് കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു. കഴുകണമേ എൻ്റെ കൊടുംപാപങ്ങൾ. കഴുകണമേ എൻ്റെ കൊടുംപാപങ്ങൾ. കഴുകണമേ എൻ്റെ കൊടുംപാപങ്ങൾ. Come, Lord Jesus. എൻ്റെ പേര് റെജി, ഭാര്യ ജെസ്സി, മോൻ ജോയൽ. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു. 8 വർഷത്തോളം വിവിധ ചികിത്സകളൊക്കെ ചെയ്തു. അതിന് 8 വർഷമായപ്പോൾ ഡോക്ടർ പറഞ്ഞു നോർമലായിട്ടൊരു കുട്ടി ഉണ്ടായില്ലെന്ന്. 2008 ഒക്ടോബറിൽ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ ആദ്യമായിട്ട് വന്നു. ഇവിടെ വന്ന് 12 ആദ്യ വെള്ളിയാഴ്ച വന്നോളാമെന്ന് നേർന്നു. അപ്പോൾ അതിനു മുമ്പ് സ്റ്റേജിൽ നിന്ന് ഇവിടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി, വിവാഹം കഴിഞ്ഞ് 8 വർഷമായ ദമ്പതികൾക്ക് കുട്ടികളെ കൊടുക്കുന്നുവെന്ന്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 12ാമത്തെ ആദ്യ വെള്ളിയാഴ്ച ആയപ്പം ഭാര്യ 1 മാസം ഗർഭിണിയായി. ഈ 2010 ഏപ്രിൽ 29-ാം തീയതി ദൈവം ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. മോനിപ്പോൾ 8 മാസമായി. ആദ്യമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നു. ഹല്ലേലൂയ. കുട്ടിയെയും കൊണ്ടുവന്ന് കുടുംബം ഒന്നിച്ചു വന്ന് യേശുവിൻ്റെ നാമത്തെ ഈ കുടുംബം ആരാധിക്കുകയാണ് അട്ടപ്പാടി മലമുകളിൽ. പ്രൈസ് ദി ലോർഡ്. വിവാഹത്തിന് ശേഷം വർഷങ്ങളായി മക്കളില്ലാതിരുന്ന കുടുംബത്തിൽ ഇവർ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്നങ്ങോട്ട് നേർച്ച നടന്നിട്ട് പ്രാർത്ഥിച്ച് അപ്പോൾ ഇത് ആ സ്റ്റേജിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വന്ന് കല്യാണം കഴിഞ്ഞ് 8 വർഷമായി മക്കളില്ലാത്ത കുടുംബത്തിന് മക്കളെ നൽകുന്നു എന്നൊരു അനൗൺസ്മെൻറ്റ്. ഇവരത് ഫുള്ളായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചവർക്ക് നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്നരുളി ചെയ്ത യേശുവിൻ്റെ വചനം അന്വർത്ഥമായി. ഹല്ലേലൂയ. ഇന്ന് അവരെ കുഞ്ഞിനെയും കൊണ്ടുവന്ന് യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് യേശുവിന് മഹത്വം കൊടുക്കാം. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന് ചേർന്ന് പാടാം. മഹത്വം ദൈവത്തിന്, സ്തുതികൾക്ക് യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന യേശുനാഥന്.
Lord Jesus.